ദുബായിൽ ഇപ്പോൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് സേഫാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ യു എയുടെ എക്കോണമി എത്ര ശക്തമാണെന്ന് ഈ ചില നമ്പേഴ്സ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ലോകത്തിലെ ഏറ്റവും വിശ്വാസമുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളിലൊന്നായ S&P ഗ്ലോബൽ 2026 മാർച്ചിന് യു എക്ക് വളരെ ശക്തമായൊരു റേറ്റിംഗ് നൽകുകയുണ്ടായി. AA ലോങ് ടേം റേറ്റിംഗും A1+ ഷോർട്ട് ടേം റേറ്റിംഗും. എന്താണ് ഇതിനർത്ഥം? ലളിതമായി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക സ്ഥിരതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് യു എ എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ യു എയുടെ സാമ്പത്തിക ശക്തി കുറച്ച് നമ്പറുകൾ നമുക്ക് നോക്കാം. യു എയിലെ ബാങ്കിങ് സെക്ടർ അസറ്റ്സ് അഥവാ ബാങ്കുകളുടെ ആകെ ആസ്തി 5.4 ട്രില്യൺ ദിർഹംസ് ആണ്. അതായത് ബാങ്കിങ് സിസ്റ്റം തന്നെ വളരെ വലിയ സാമ്പത്തിക ശക്തി ഉള്ളതാണെന്നർത്ഥം. ഇനി ബാങ്കിങ് ലിക്വിഡിറ്റി, ബാങ്കുകൾക്ക് ഉടൻ ഉപയോഗിക്കാൻ കഴിയുന്ന പണം 920 ബില്യൺ ദിർഹംസ് ആണ്. അതുപോലെ ബാങ്കിങ് റിസർവ്സ്, ബാങ്കുകൾ സുരക്ഷയ്ക്കായി മാറ്റിവെക്കുന്ന ഫണ്ട് 400 ബില്യൺ ദിർഹംസ് ആണ്. ഇതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അതായത് വിദേശ കറൻസി റിസർവ് 1 ട്രില്യൺ ദിർഹംസ് ആണ്. ഇനി ഏറ്റവും വലിയ ന്യൂസ് വന്നത് അബുദാബി സർക്കാർ 1 ട്രില്യൺ ദിർഹംസിന്റെ സപ്പോർട്ടിംഗ് പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ക്രെഡിറ്റ് ഫെസിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് ബാങ്കുകൾക്കും ബിസിനസ്സുകൾക്കും കൂടുതൽ വായ്പാ സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫണ്ടാണ്. സിമ്പിളായി പറഞ്ഞാൽ എക്കോണമി സ്ട്രോങ്, ബാങ്കിങ് സിസ്റ്റം സ്ട്രോങ്, ഗവൺമെന്റ് സപ്പോർട്ട് സ്ട്രോങ്. ഇതുപോലെ ശക്തമായ സാമ്പത്തിക അടിസ്ഥാനമുള്ള രാജ്യങ്ങളിലാണ് ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ അവരുടെ പണം സുരക്ഷിതമായി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ദുബായ് ഇപ്പോഴും റിയൽ എസ്റ്റേറ്റ് ലോകത്തിലെ ഏറ്റവും വിശ്വാസമുള്ള ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റുകളിൽ ഒന്നായി നിലനിൽക്കുന്നത്.